ARCM. വളരെ സന്തോഷം. നല്ലൊരു ദിവസം. അർജുൻ സാറിനെ പരിചയപ്പെടുത്തി. എന്റെ പേര് നോബിൾ ജോസ്. എറണാകുളത്ത് വരാപ്പുഴയാണ് സ്വദേശം. വളരെ യാദൃശ്ചികമായി ആർസിഎമ്മിൽ വന്നയാളാണ്. ആർസിഎമ്മിൽ വരുമ്പോ ഇങ്ങനെയൊരു മാറ്റം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വല്ലാത്ത മാറ്റം തന്നെ ആയിപ്പോയി. അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. കഴിഞ്ഞ 9 വർഷത്തെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 25 വർഷം കൊണ്ട് എന്റെ ആർസിഎമ്മിൽ അല്ലെങ്കിൽ കേരള ആർസിഎമ്മിൽ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നമുക്ക് ഈ ഒരു പ്രസന്റേഷനിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു മാറ്റം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. അറിഞ്ഞു കഴിഞ്ഞാലാണ് ആ മാറ്റം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ മാറ്റത്തിലേക്കാണ് ഇനിയുള്ള കുറച്ച് സമയങ്ങൾ. നിങ്ങൾ വിളിക്കുന്ന സമയം കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ ഓർത്തിട്ടാണ്. മാക്സിമം ആളുകളെ വിളിച്ചോളൂ. ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് തുടങ്ങാം. വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ സൗണ്ട് കേരള സർക്കാരിനെ ക്ലിയർ. ഒരു പാർലമെന്റിൽ പാസാക്കിയ നിയമത്തിന് ചുക്കാൻ പിടിച്ച ഒരു സ്ഥാപനത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സർക്കാർ ഞങ്ങളെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആർസിഎം പോലെയുള്ള കമ്പനിയാണ് മോഡൽ കമ്പനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ആർസിഎം എന്ന് പറയുന്നത് ഈ ഓരോ നോംസിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴും അതിന്റെ എല്ലാ കംപ്ലൈൻസിനും ഉദാത്തമായ എക്സാമ്പിൾ ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. എനിക്കറിയാം, നിങ്ങളുടെ കോളറയ്ക്ക് കിടക്കുന്ന ആർസിഎം എന്ന് പറയുന്ന ലേബൽ അതൊരു പൊൻതൂവലാണ്. പക്ഷെ അതിനുമപ്പുറം, അതുക്കുമപ്പുറം നിങ്ങളുടെ കോളറിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ അംഗീകരിച്ച ഒരു ID കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കോളറായിട്ട് ഇൻ അഡീഷൻ ടു ദ ആർസിഎം ലേബൽ, ദ ഗവൺമെന്റ് ഓഫ് കേരള ഈസ് വിഷ്വലൈസിംഗ് എ സർട്ടിഫൈഡ് ഡയറക്ട് സെല്ലർ കോഴ്സ് ആൻഡ് ആൻ ID കാർഡ് ടു ഓൾ ദ ലീഗൽ കമ്പനീസ്. ഈ ഒരു വീഡിയോ ലൈവായിട്ട് നമ്മൾ സിയാലിൽ കണ്ടു. ഇതിന്റെ വീഡിയോ ധാരാളം ആളുകൾ വീഡിയോ എടുത്ത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. കമ്പനിയുടെ ഇൻസ്റ്റാ പേജിലൊക്കെ രൂപാന്തര യാത്രയുടെ കേരളത്തിലെ പ്രോഗ്രാമിന്റെ കൂടെ ഈ വീഡിയോയുടെ ഈ ഭാഗം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ പറയണ്ടേ, വലിയൊരു സന്തോഷം നമുക്കൊക്കെ. ഈ ഒരു അവസ്ഥയിലോട്ട് എങ്ങനെയാണ് ആർസിഎം മാറിയത് എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പ്രസന്റേഷനിലൂടെയാണ് ഇത് കാണിക്കാൻ ആഗ്രഹിക്കുക. അപ്പോ രൂപാന്തരണം അഥവാ പരിവർത്തനം, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുക. ഇപ്പോ ഈ ഒരു പ്രസന്റേഷനിൽ കൂടുതലും എന്റെ ഫോട്ടോകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് വന്ന ഒരു മാറ്റം വെച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അത് എന്നെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു മാറ്റം എന്താണെന്ന് നിങ്ങളൊന്നും അറിയാൻ, അല്ലെങ്കിൽ നമ്മൾ ആർസിഎമ്മിന്റെ കൂടെ നിന്നാൽ, നമുക്ക് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്കും വരാൻ സാധിക്കും അല്ലെങ്കിൽ സംഭവിക്കും എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയണ്ടേ, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ധാരാളം ലീഡേഴ്സിന്റെ ഒക്കെ ഫോട്ടോസ് ഉണ്ട്. ഇന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടും ഒരു പ്രോഗ്രാമിലായിരുന്നത് കൊണ്ടും ഞാൻ ഉദ്ദേശിച്ച എല്ലാ ആളുകളുടെയും ഫോട്ടോസ് എനിക്ക് ഇതില് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും നമുക്ക് നോക്കാം. ഇപ്പൊ എന്താണ് രൂപാന്തരണം? രൂപാന്തരണത്തിന്റെ മലയാളം നോക്കുകയാണെങ്കിൽ പരിവർത്തനം എന്ന് പറയും. ഇപ്പൊ പരിവർത്തനത്തിന്റെ മലയാളം നോക്കുകയാണെങ്കിൽ ഒരു മാറ്റം, അല്ലെ? പഴയതിൽ നിന്ന് ഒരു മാറ്റമാണ് രൂപാന്തരണം എന്ന് ഉദ്ദേശിക്കുന്നത്. എറണാകുളത്ത് വരാപ്പുഴയിൽ താമസിക്കുന്ന ഞാൻ ആർസിഎമ്മിൽ വരാനുണ്ടായ കാരണം, ആ വഴികൾ ഞാൻ പറയും. അതിലൂടെ കടന്നു വന്ന വഴികളെ കുറിച്ച് പറയാം. ഇപ്പോൾ എന്താണെന്നും പറയും. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും പറയും. ആ ഒരു വഴിയിലേക്ക് നമുക്ക് പോകാം. ഈ രൂപാന്തരണം എന്താണ്, കറക്റ്റ് രൂപാന്തരണം എന്ന് ഉദ്ദേശിക്കുന്നത്. 2025 സെപ്റ്റംബർ 16 രാജസ്ഥാനിലെ ബിൽവാരയിൽ നിന്ന് ഒരു രൂപാന്തരണ യാത്ര ആരംഭിച്ചു. ഏകദേശം 17,000 കിലോമീറ്റർ ഇന്ത്യ ഒട്ടാകെ ട്രാവൽ ചെയ്ത് 100 ദിവസങ്ങളോളം ഉള്ള ഒരു വലിയ യാത്ര. 100-ൽ കൂടുതൽ സിറ്റികളിൽ കൂടെ പോയി മെഗാ സെലിബ്രേഷൻ പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഇതിങ്ങനെ നടക്കുക. എനിക്ക് തോന്നുന്നു ഇന്ന് ഇത് വാരാണസിയിലോ ഏതോ നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സംസ്ഥാനത്താണ്, എനിക്ക് കറക്റ്റ് ഇത് ഓർക്കുന്നില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അവിടെ ഒരു പത്രസമ്മേളനത്തിന്റെ ഒക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പൊ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വലിയ വിപ്ലവകരമായ മാറ്റമാണ് ആർസിഎമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര പേര് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ മനസ്സിലാക്കുന്നു എന്ന് അറിയില്ല. നമ്മൾ നോക്കാം. 2000 ഓഗസ്റ്റിലാണ് ആർസിഎം എന്ന ബ്രാൻഡിൽ
ഒരു ഉൽപ്പന്നം വെച്ച് തുടങ്ങുന്നത്. ഇന്ന് ഒക്ടോബർ 2025 നിൽക്കുമ്പോൾ എത്ര ഉൽപ്പന്നം ഉണ്ടെന്ന് ചോദിച്ചാൽ കറക്റ്റ് കണക്ക് എനിക്ക് അറിയില്ല. ഷോപ്പുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നിൽ നിന്ന് ഓൾ ഇന്ത്യയിൽ 15,000-ൽ പരമായി. ആക്റ്റീവായിട്ട് എത്ര ഷോപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എല്ലാ സ്റ്റേറ്റിലും ആർസിഎം വന്നു. ഒരു ഫാക്ടറി എന്നുള്ളത് നൂറുകണക്കിന് ഫാക്ടറിയായി രൂപാന്തരണം സംഭവിച്ചു. ഒരു ഡിപ്പോ എന്നുള്ളത് ഏകദേശം 200-നടുത്ത് ഡിപ്പോയായി ആ മാറ്റം വന്നു. ഒരു അസോസിയേറ്റ് ബയ്യർ എന്നുള്ളത് 4.5 കോടിയിലധികം അസോസിയേറ്റ് ബയ്യറായിട്ട് ഇന്ന് മാറി. വലിയ മാറ്റം. കഴിഞ്ഞ 25 വർഷം കൊണ്ട് വന്നിരിക്കുന്ന മാറ്റം ചെറുതല്ല. ഇത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. ഇതിന്റെ ഗ്രോത്ത് കറക്റ്റ് മനസ്സിലാക്കണം. ഈയിടെ നമ്മുടെ സ്റ്റാർ ഡയമണ്ട് ആയ രവി OP ശർമ്മ സാറിന്റെ അദ്ദേഹത്തിന്റെ എന്താ പറയണ്ടേ ID നമ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുക. 10,840 മറ്റാണ് അദ്ദേഹത്തിന്റെ ID നമ്പർ. അതായത് OP ശർമ്മ എന്ന് പറയുന്ന ആള് ആർസിഎമ്മിൽ വരുന്ന സമയത്ത് തന്നെ ഏകദേശം 10,000-ലധികം ആളുകൾ വന്നിരുന്നു. രവി OP ശർമ്മ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിലാണ് ID. അദ്ദേഹം ആർസിഎമ്മിലെ സ്റ്റാർ ഡയമണ്ട്. OP ശർമ്മ സാർ ആർസിഎമ്മിൽ വരുമ്പോൾ പാൻ പീസ് മാത്രം എടുത്ത് ജോയിൻ ചെയ്ത് ഇതിനെന്തോ ഒരു ഫ്യൂച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് വിഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് ഏറ്റെടുക്കുമ്പോൾ കാര്യങ്ങൾ അത്ര ഈസി ആയിരുന്നില്ല. ആളുകളൊക്കെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കളിയാക്കി. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മളെയും കളിയാക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് 2025-ലാണ്. അദ്ദേഹം ആർസിഎം തുടങ്ങിയത് 2000-ലാണ്. അന്ന് അദ്ദേഹം നേരിട്ട കുറ്റപ്പെടുത്തലും കളിയാക്കലും എത്രയായിരിക്കും? ഒരു പ്രൊഡക്റ്റിൽ വെച്ച് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നൊക്കെ പറയുമ്പോൾ അന്ന് എത്ര ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും? നമുക്കിന്ന് 5000-ൽ പരം ഉൽപ്പന്നങ്ങളുണ്ട്. ഇന്ന് തന്നെ 4 പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിവിധ ഷോപ്പുകളിലെത്തി. ഞാൻ എന്റെ ഫോട്ടോസ് കാണിക്കും. ഇന്ന് 4 ഞാൻ മേടിച്ചോണ്ട് വന്നു. ഷോപ്പിന്റെ പ്രൊഡക്റ്റ് വന്നു എന്ന് മെസ്സേജ് വന്ന ഉടൻ തന്നെ പോയി മേടിച്ചു. അതിന്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. എത്ര മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ കമ്പനിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പ്രൊഡക്റ്റിൽ, സിസ്റ്റത്തിൽ ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. മാറ്റമില്ലാത്തത് നമുക്ക് മാത്രം. ഈ ഫോട്ടോയിൽ കാണുന്നത് ഒന്ന് ഞാനാണ്. പിന്നെ നിൽക്കുന്ന 2 പേരെ ഒരുപക്ഷെ ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപക്ഷെ അറിയാൻ സാധ്യതയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. ഒരു സൈഡിൽ നിൽക്കുന്നത് റീജൻ പോൾ എന്ന് പറയും. നടുക്ക് നിൽക്കുന്നത് മോളി ആന്റണി. എനിക്ക് ആർസിഎം തന്നയാളാണ്. മോളി ചേച്ചിയുടെ ബ്രദറാണ് റീജൻ പോൾ. സത്യത്തിൽ മോളി ചേച്ചിയുമായിട്ട് ഞാൻ കണക്ട് ആവാൻ കാരണം റീജൻ പോൾ ആണ്. റീജൻ ഇന്ന് വിദേശത്ത് വർക്ക് ചെയ്യാണ്. ഞാനും റീജനും ഒക്കെ ഒരുമിച്ച് ഗുജറാത്തിൽ ഒരു റൂമിൽ താമസിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളുകളാണ്. അപ്പോൾ ആ റീജൻ മുഖേനയാണ് മോളി ചേച്ചിയായിട്ട് കണക്ട് ആവുന്നതും. വളരെ വർഷങ്ങളായിട്ട് എനിക്ക് മോളി ചേച്ചിയെ അറിയാം. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 500-ൽ പരം ആളുകൾ ഇപ്പൊ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ആർസിഎമ്മിൽ കൊണ്ടുവന്നയാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സത്യത്തിൽ ഇപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങളെ ആർസിഎമ്മിൽ കൊണ്ടുവന്നയാളെ നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ, അത് അവരുടെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ നിമിഷം അവർക്കൊരു മെസ്സേജ് അയക്കാവോ? താങ്ക് യു, എന്നെ ആർസിഎമ്മിൽ കൊണ്ടുവന്നെന്ന് അങ്ങനെ ഒരു മെസ്സേജ് അയക്കാവോ? എല്ലാവർക്കും ഒരു മെസ്സേജ്. ഈ വാട്സപ്പ് ചാറ്റിലല്ല അയക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നിന്ന് വാട്സപ്പ് മെസ്സേജ് എടുത്തിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആർസിഎം തന്നയാൾക്ക് ഒരു മെസ്സേജ് താങ്ക് യു പറഞ്ഞൊന്ന് അയക്കാൻ പറ്റുമോ? എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാവരും, ഞാൻ പറയുന്നു, സാധിക്കുമെങ്കിൽ. കാരണം അവരെ നമ്മൾ മറന്നിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ശരിയല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളി ചേച്ചിക്ക് മെസ്സേജ് അയക്കും. താങ്ക് യു മോളി ചേച്ചി, എനിക്ക് ആർസിഎം തന്നതിന്. മോളി ചേച്ചി ഓർക്ക് ഇവനെന്താ വട്ടാണോ? ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. ഇത്രേ അയക്കുള്ളൂ, താങ്ക് യു. കാരണം എന്താ? മോളി ചേച്ചി ആർസിഎം തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയായനെ, ഞാൻ എന്തായനെ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോ നമുക്ക് ആർസിഎം തന്നയാളെ നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതല്ലേ? ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും അയച്ചോ, മെസ്സേജ് അയക്കണം, മറക്കരുത്. ഇപ്പൊ തന്നെ അയക്കൂ. വാട്സപ്പ് എടുത്തിട്ട് താങ്ക് യു, ഈ ആർസിഎം എനിക്ക് തന്നതിന്. അവരിന്ന് കാണട്ടെ, അവരൊന്ന് ഞെട്ടട്ടെ, അല്ലെങ്കിൽ അവരൊന്ന് സന്തോഷിക്കട്ടെ. അയച്ചു. വിനോദ് സാറൊക്കെ പറയുന്നു അയച്ചു. ഇപ്പം ധാരാളം ആളുകൾ അയച്ചിട്ടുണ്ട് അല്ലെ? സന്തോഷം. കാരണം നമ്മളെ കൊണ്ടുവന്ന ആളെ മറന്നിട്ട് ഒരിക്കലും നമ്മളിത് മുന്നോട്ട് പോരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ മോളി ചേച്ചിയാണ് എനിക്ക് ആർസിഎം തന്നത്. ഇവിടെ നിന്ന് ഒന്ന് മാറ്റം എന്താ? 2016 ജൂലൈ മാസം 27-ാം തീയതി ഞാൻ ആർസിഎമ്മിൽ ജനിച്ച ദിവസമാണ്. ആർസിഎമ്മിൽ ജനിച്ച ദിവസമാണ് എഴുതിയേക്കുന്നത്, എൻ്റെ ആക്ച്വൽ ഏജ് അല്ല. ഓക്കെ, അപ്പോ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞാൻ ആർസിഎമ്മിൽ ജസ്റ്റ് വെറും
9 വർഷവും 3 മാസവും 27 ദിവസവും മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ RCയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര ദിവസമായി, എത്ര വർഷമായി, എത്ര മാസമായി എന്ന് വല്ല ഓർമ്മയുണ്ടോ? നിങ്ങൾ നിങ്ങളെ RCയിൽ കൊണ്ടുവന്ന ആൾക്ക് അയക്കേണ്ട മെസ്സേജ് അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ പേഴ്സണലി അയച്ചു കൊടുക്കും എല്ലാവരും കേട്ടോ. അപ്പൊ ആലോചിച്ച് നോക്കി, എത്ര നാളെ RCയിൽ വന്നിട്ട്. അപ്പൊ 9 വയസ്സുള്ളൊരു കുട്ടി അധികം മെച്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല, ശരിയല്ലേ? അപ്പോ നമ്മൾ വന്നിട്ട് എത്ര നാളായി? നമ്മളിങ്ങനെ പരാതി പരിഭവം ഒക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോവുക, ശരിയല്ലേ? അതിൽ നിന്നൊരു മാറ്റം നമുക്ക് വേണ്ടേ? 2 മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിന്റെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഞാൻ RCMൽ എനിക്ക് ID തന്ന അതേ ദിവസം എനിക്ക് മോളി ചേച്ചി ആദ്യം കാണുന്ന ഈ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് തന്നിട്ട് പറഞ്ഞു, നീ ഇത് വായിക്കണം, ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇത് കൊണ്ടുവന്നു, ഞാൻ വീട്ടിൽ വന്നു, വായിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം പോയി. ഈ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകളുടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എത്ര ആളുകൾ അത് വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ പേജുകളിൽ TCJ കുറിച്ചും കമ്പനിയെ കുറിച്ചുള്ള ലക്ഷ്യങ്ങളും ഡീറ്റെയിൽസും, പിന്നീട് റൈസ് ബ്രാൻ ഓയിലിനെ കുറിച്ചും അങ്ങനെ വന്ന് ഏറ്റവും ലാസ്റ്റത്തെ പേജുകളിൽ വരുമ്പോൾ എന്താണ് RCM എന്നും, എന്താണ് RCM ലക്ഷ്യം വെക്കുന്നതെന്നും, എങ്ങനെയാണ് വരുമാനം ലഭിക്കുക എന്നും, റോയൽറ്റി എന്താണ്, ടെക്നിക്കൽ എന്താണ്, PV എന്താണ്, ഓരോ പൊസിഷൻ ഏതാണ്, ആ പൊസിഷൻ വന്നാൽ കിട്ടുന്ന വരുമാനം എന്താണ്, ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിലുണ്ട്. സത്യത്തിൽ നമുക്ക് RCM ആരോടെങ്കിലും പറയണമെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് മാത്രം മതി. അപ്പോ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിൽ നിന്നും എത്രയോ രൂപാന്തരണം വന്നു. 2023 പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് വന്നപ്പോൾ എത്രയോ മാറ്റം വന്നു. നമുക്കെന്ത് മാറ്റാ വന്നേ? നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് സുജിസാന്റെ നേതൃത്വത്തിൽ, സ്റ്റാർ റൂബി സുജിസാന്റെ നേതൃത്വത്തിൽ മലയാളത്തിൽ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഇറക്കി. എന്തേലുണ്ട് ആ വീഡിയോയിൽ ഇപ്പൊ അത് കാണാൻ പറ്റാണ്ട് വരും. എന്തേലുണ്ട് മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ എല്ലാവരുടെയും ഉണ്ടാവും. പക്ഷെ എത്ര ഉണ്ട്? ഒരെണ്ണം, കാര്യമില്ല. ഓരോ ദിവസവും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന എത്രയോ ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോളി ചേച്ചി അന്ന് ഞാൻ ജോയിൻ ചെയ്ത അതേ ദിവസം മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് തന്നത് കൊണ്ടാണ് എനിക്ക് ഒരുപക്ഷെ RCM ഇത്ര സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ സാധിച്ചത് എന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആരൊക്കെ RCMൽ അസോസിയേറ്റ് ചെയ്യുന്നോ അവർക്കൊക്കെ നമ്മൾ ഈ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് കൊടുക്കണം. പേയ്മെന്റ് മേടിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എത്ര ലക്ഷം മാർക്കറ്റിംഗ് പ്ലാനിന്റെ പ്രിന്റ് നമ്മുടെ കയ്യിൽ ആവശ്യം വരും? എത്രയോ ആളുകളാണ് ഓരോ ദിവസവും നമ്മുടെ കൂടെയൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത്. എത്ര ആളുകൾക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്? നമ്മളിൽ പലരും ഇത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും മറ്റുള്ളവർക്ക് കൊടുക്കാറുമില്ല. RCM തരുന്ന മാറ്റം ഭയങ്കര, അത് അനുഭവിച്ചറിയണം. അതിന് തുടക്കം ഈ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിൽ നിന്ന് തന്നെ ആവട്ടെ. എന്റെ വീട്ടിൽ ആദ്യത്തെ ഹോം മീറ്റിംഗ് 2016 നവംബർ 6-ാം തീയതി വൈകിട്ട് 4 മണിക്ക്, ഒരു ഞായറാഴ്ച ദിവസം 4 മണിക്ക് നടത്തുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ച് എന്റെ റെസിഡൻസ് അസോസിയേഷനിലെ 73 വീടുകളിൽ ഞാൻ എത്തിച്ചു. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ മീറ്റിംഗ് വെക്കുക ഞായറാഴ്ച ദിവസം, കാരണം കൂടുതൽ ആള് വരും എന്ന് പറഞ്ഞിട്ട്. അന്ന് ആളെ കൂട്ടാനുള്ള ഒരു തന്ത്രമായിരുന്നു രോഗങ്ങളില്ലാതെയും മരുന്നുകളില്ലാതെയും സുഖ ജീവിതം നയിക്കാം. ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വരുമല്ലോ എന്ന് ഓർത്തിട്ട് മീറ്റിംഗ് വെച്ച്. ആരുടെയും ഫോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ ഇങ്ങനെ ഒരു നോട്ടീസ് അടിക്കണം തോന്നി, അടിച്ചു, ആളുകൾക്ക് കൊടുത്തു. 63 ആളുകൾ ആ ഹോം മീറ്റിങ്ങിന് വന്നു. വീട്ടിനകത്തൊന്നും നടത്തിയില്ല, ഒരു പറമ്പിലാണ് നടത്തിയത്. കാരണം ഹോം മീറ്റിംഗ് എങ്ങനെ നടത്തണം എന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് മാറി ഇന്ന് എങ്ങനെ ഹോം മീറ്റിംഗ് നടത്തണം എന്നറിയാം, എങ്ങനെ ആളുകളെ വിളിക്കണം എന്നറിയാം, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നറിയാം. എത്രയോ മാറ്റങ്ങൾ വന്നു. ഇങ്ങനെ നോട്ടീസ് അടിച്ച് ആളെ കൂട്ടാൻ വേണ്ടി നോട്ടീസ് അടിച്ചിരുന്ന ഞാൻ ഇന്ന് ട്രെയിനിങ് വർക്ക്ഷോപ്പ് വെക്കുമ്പോൾ, മീറ്റിംഗ് വെക്കുമ്പോൾ വേണ്ട, ഈ ഒരു സൂം മീറ്റിംഗ് തന്നെ വെക്കുമ്പോൾ തന്നെ ഇപ്പം 600 സംതിങ് ആളുകളായി. നമ്മളുടെ ഫോട്ടോ വെച്ചൊരു പോസ്റ്റർ വരുമ്പോൾ, അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുത്ത് ട്രെയിനിങ്ങിന് വേണ്ടി ആളുകൾ വരുമ്പോൾ
എന്തൊരു മാറ്റം ആർസിബിലൂടെ സംഭവിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നിൽക്കും. ഇത് എനിക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ കുറച്ച് ലീഡേഴ്സിന് മാത്രമുള്ളതല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഇപ്പോൾ ഇവിടെ ഏകദേശം 600 സംതിങ് ആളുകളില്ലേ, ഈ ഓരോരുത്തർക്കും ഈ മാറ്റം വരും. തീരുമാനം ഉറച്ചതാവണമെന്ന് മാത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു? വിജയിച്ച ലീഡേഴ്സിനെ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കേ. ഇങ്ങനത്തെ വലിയ മാറ്റങ്ങൾ വന്നവരാ. അവരെന്താ ചെയ്തേ? അപ്പൊ നമുക്കൊക്കെ എല്ലാവർക്കും ഇതേ രീതിയിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാനോ ഈ രീതിയിൽ മുന്നേറാനോ സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. വേണ്ടേ? ആലോചിച്ച് നോക്കൂ. പഴയ ഞാനും ഇപ്പോഴത്തെ ഞാനും വലിയ മാറ്റമാണ്. ഒന്ന് ഹെയർ സെറം വരുന്നതിന് മുമ്പുള്ള ഞാനും ഇപ്പൊ ഹെയർ സെറം ഉള്ള പരട്ടിയ ഞാനും, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഒന്ന് 2016 ഫോട്ടോ ആണ്, തുടക്കത്തിലുള്ള ഫോട്ടോ ആണ്. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത ഒരു ഫോട്ടോയാണ്. മാറ്റമുണ്ട്, ശരിയല്ലേ? ആദ്യത്തേത് 2016 ഒക്ടോബർ മാസം എൻ്റെ വീട്ടിൽ, അന്ന് ഡിസ്പ്ലേ വാൾ ഇല്ല, പ്രൊഡക്റ്റ് കോർണർ എന്നാ പറയുക. ആദ്യത്തേത് ആ ഡിസ്പ്ലേ വാളാണ്. നിങ്ങൾക്കറിയാം അവിടെ ഇരിക്കുന്ന ആട്ടയുടെ കളർ നോക്കൂ, പച്ച പാക്കറ്റാ. റൈറ്റ് സൈഡിൽ പുതിയ ഇപ്പോഴുള്ള ഡിസ്പ്ലേ വാള, ഇന്നെടുത്ത ഫോട്ടോ, ഇന്നിപ്പോൾ ഉള്ള പ്രൊഡക്റ്റും ഫോട്ടോ. അത് താഴെ ഇരിക്കുന്ന 3 ബോക്സിനകത്ത് ആദ്യത്തിനകത്ത് ആട്ടയാണ്, നടുക്ക് റൈസ് ബ്രാൻ ഓയിലാണ്, മൂന്നാമത്തേൽ ഉപ്പാണ്. നമ്മൾ ചില പ്രൊഡക്റ്റിന്റെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അല്ലെ? ആദ്യത്തെ ഓരോ 2 റോയിലും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. നമ്മുടെ വണ്ടർ വാഷ് എന്നായിരുന്നു നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് ഇല്ലേ, വണ്ടർ വാഷ് എന്ന് പറഞ്ഞത്. അതിന്റെ ബോട്ടിൽ നോക്കൂ, ചന്ദനത്തിരികൾ നോക്കൂ, റെവിറ്റോ സോപ്പിന്റെ പിക്ചർ നോക്കൂ, സോൺ പാപ്പയുടെ മാറ്റം നോക്കൂ. ഓരോന്നും മാറി. നമുക്ക് മാത്രമേ മാറ്റമില്ലാത്തുള്ളൂ. നമ്മുടെ ചിന്താഗതിയും പ്രവർത്തനത്തിലും ഒന്നും കാര്യമായ മാറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാറ്റം വേണം. അത് മാറ്റം എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം അല്ലെ? ഇത് ഞാൻ ഓൺലൈനിൽ തപ്പിയെടുത്തതാ. പണ്ട് ആർസിബിൽ ജോയിൻ ചെയ്യാൻ ഇങ്ങനെ ഒരു ജോയിനിങ് കിറ്റാ അല്ലെ? അതില് ഏറ്റവും രസകരമായ സംഭവം MRP DPയും സെയിമാ, ഡിസ്കൗണ്ടർ പ്രൈസും സെയിമാ. അവിടെ അന്ന് PV മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണമെങ്കിൽ എന്താണോ വില, ആ വിലയ്ക്ക് തന്നെ സെയിൽ ചെയ്യണമായിരുന്നു. അതിൽ സെയിൽ ചെയ്തതിലൂടെ ഒരു ഇൻകം നേടാൻ തുടക്കകാലങ്ങളിൽ ആർക്കും സാധിച്ചിരുന്നില്ല. ഇന്നോ എത്രയാ മാർജിൻ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കണക്കുണ്ട്, ഓൾറൗണ്ടർ പേസ്റ്റ്. ഇപ്പൊ GST വന്നു, ഇപ്പോ പുതിയത് വന്നു തുടങ്ങുന്നു. അല്ലെങ്കിൽ MRP 75 രൂപ ഓൾറൗണ്ടർ പേസ്റ്റിന്റെ MRP കിടക്കുന്നത്. നമുക്ക് കിട്ടുന്നത് 51 രൂപയ്ക്കാ. ഒരു ഓൾറൗണ്ടർ പേസ്റ്റിൽ 24 രൂപ കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരെണ്ണം വിറ്റാൽ 24, 10 എണ്ണം വിറ്റാൽ 240, 100 എണ്ണം വിറ്റാൽ 2400, 1000 എണ്ണം വിറ്റാൽ 24,000, 10,000 എണ്ണം വിറ്റാൽ 2,40,000, 1 ലക്ഷം പേസ്റ്റ് വിറ്റാൽ 24 ലക്ഷം രൂപ കിട്ടും. എന്തൊരു മാറ്റം! ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ മാറ്റം കണ്ടിട്ട്. നമുക്ക് ഈ മാറ്റം മനസ്സിലായിട്ടില്ല നമുക്ക് എല്ലാവർക്കും, ശരിയല്ലേ? ആലോചിക്കുക. ഓരോ പ്രൊഡക്റ്റിനും, ഇത് തുടക്കത്തിലുണ്ടായിരുന്ന പ്രൊഡക്റ്റാ. ഇന്ന് ഞാനെടുത്ത എന്റെ ഫോട്ടോ ഇന്ന് എടുത്തതാ. ഞാൻ മേടിച്ചു ഹെയർ റിവൈവൽ കിറ്റ് മേടിച്ചു, ലിപ് ലഷും മേടിച്ചു. ഇന്ന് ലിപ് ലഷിന്റെ MRP 799, DP 699, PV 419. ഹെയർ റിവൈവൽ കിറ്റ് MRP 1699, ഡിസ്കൗണ്ട് പ്രൈസ് 1499, PV 899. ഇന്ന് മേടിച്ചു, വീട്ടിൽ വന്നു, പാക്കറ്റ് പൊട്ടിച്ചു. വൈഫ് നാളെ രാവിലെ മുതൽ യൂസ് ചെയ്ത് തുടങ്ങും പുതിയ പ്രൊഡക്റ്റ്. ഇതും മേടിച്ചു. ബദാനിയ വണ്ടർവേൾഡിന്റെ ഒരു മെസ്സേജ് കണ്ടു, അവിടെ ഈ പ്രൊഡക്റ്റ് വന്നു. പ്രൊഡക്റ്റ് വന്നെന്ന് കണ്ടപ്പോൾ ഓടി, അത്രേ ഉള്ളൂ. അവിടെ ചെന്നു, ഈ 2 പ്രൊഡക്റ്റ് മേടിച്ചു. പ്രൊഡക്റ്റ് മേടിച്ചു എന്ന് മാത്രമല്ല, ഷൂ ക്രീം വിത്ത് ആപ്ലിക്കേറ്റ് ഉണ്ട്. ബ്രൗൺ ഷൂവില് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടായിരിക്കുന്നത്, അപ്ലൈ ചെയ്ത് വെച്ചേക്കും. ഞാൻ ഇതെന്താ നോക്കണ്ടേ? നാളെ രാവിലെ നമ്മുടെ എന്താ ഫോം ക്ലീനർ ഉണ്ട്, നമ്മുടെ ഷൂ, നമ്മുടെ സ്പോർട്സ് ഷൂ അല്ലെങ്കിൽ വൈറ്റ് ഷൂ ഒക്കെ ഇല്ലേ, നമ്മുടെ എക്സിക്യൂട്ടീവ് അല്ലാത്ത ഷൂ ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യണം നാളെ രാവിലെ. പ്രൊഡക്റ്റ് ആദ്യം യൂസ് ചെയ്യണ്ടേ കിട്ടിക്കഴിഞ്ഞാൽ. പണ്ട് PV മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് MRP DP തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അതിലൂടെ PV ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്. ഇന്ന് ഒറ്റ ദിവസം 4 പ്രൊഡക്റ്റ് കടകളിലെത്തി. ഈ 2 പ്രൊഡക്റ്റും ഈ 2 പ്രൊഡക്റ്റും ഒറ്റ ദിവസം 4 പ്രൊഡക്റ്റ് കടകളിലെത്തി. എത്ര കടകളിലെത്തി എന്ന് എന്നോട് ചോദിക്കരുത്, പക്ഷെ ഇതെത്തിയ കടകളുണ്ട്, മേടിച്ച ധാരാളം ആളുകളുണ്ട് അല്ലെ? അപ്പോ വന്ന മാറ്റം തുടക്കത്തിൽ ഒരു പ്രൊഡക്റ്റാ. സീനിയർ ലീഡേഴ്സ് ഒക്കെ പറയണ്ടല്ലേ, മുർസാറും രാൻ സാറും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
എന്നാട്ട വരുമെന്ന് ചോദിച്ച ആളുകളുണ്ട്. ആട്ട വന്നിട്ട് ജോയിൻ ചെയ്യാം. ആട്ട വന്നില്ലേ? ആട്ട മാത്രമാണോ? ഏതൊക്കെ പ്രൊഡക്റ്റ് വന്നു? വലിയ മാറ്റാ സംഭവിക്കുന്നത്. രൂപാന്തര യാത്ര അല്ലെ, ഭയങ്കര മാറ്റം വന്നു. ആർസിഎമ്മിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടതെന്നറിയോ? ഒത്തിരി മിസ്റ്റേക്സിലൂടെ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. എത്ര കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. നമ്മൾ അതനുസരിച്ച് എത്രയോ മാറ്റങ്ങളാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത്. 100% ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോന്ന് തിരിച്ചറിയുമ്പോൾ അത് മാറ്റി 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 കൊണ്ടുവരിക. എനിക്കും ഈഗോ ഉണ്ട്, എനിക്കും ദേഷ്യം വരും, ഞാനും ദേഷ്യപ്പെടാറുണ്ട്, ഞാനും കുറ്റം പറയാറുണ്ട്, ഞാനും കളിയാക്കാറുണ്ട്. ലീഡേഴ്സ് പറയുമ്പോൾ ചിലപ്പോ എല്ലാം എന്താ പറയണ്ടേ, ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ തിരിച്ചറിവ് വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി 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 വന്നുകൊണ്ടിരിക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ വളരെ രസകരമായ ഒരു സംഭവം പറയാം. ഈ ഒരു മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്ന ചില രസകരമായ സംഭവം ഞാൻ ഇതിന്റെ ലാസ്റ്റ് സ്ലൈഡുകൾ വരുമ്പോൾ പറയാം. നമ്മൾ നോക്കണം. ഒരു സൈഡില് പ്രൊഡക്റ്റുകളാണ്, നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഫോട്ടോ അല്ലേ. എത്രയോ പ്രൊഡക്റ്റുകൾ നമ്മൾ പറഞ്ഞു, ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ ചെയ്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വരുമ്പോൾ നമ്മളുടെ പേഴ്സണൽ സ്കിൽസ് കൂടുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മള് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും, മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്നും, റേഷൻ കടയിൽ നിന്നും, തൊട്ടടുത്ത കടയിൽ നിന്നും ഒക്കെ നമ്മൾ മേടിച്ചു. ഇപ്പൊ ഓൺലൈൻ മേടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. അവിടെ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മുടെ എന്ത് സ്കില്ലാ കൂടിയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്കില്ലുകൾ ഏതൊക്കെയാ കൂടുന്നത്? പേഴ്സണാലിറ്റിയിൽ മാറ്റം വരിക. ഏത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെ കടയിൽ നിന്ന് ഏതൊക്കെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിച്ചു. നമ്മുടെ എന്ത് പേഴ്സണാലിറ്റിയാ മാറിയിട്ടുള്ളത്? ഇവിടെയോ നമ്മളെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് മാറിയില്ലേ? ആ കഴിവ് കൂടിയില്ലേ? എന്തെങ്കിലും സംസാരിക്കാൻ അറിയാമായിരുന്നോ? ഇല്ലല്ലോ. പക്ഷെ ഇന്നോ ആളുകളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഈ കുറെ ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്ന മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ചെറിയ കാര്യമാണോ? ഈ രീതിയിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഞാനൊരു വീഡിയോ കണ്ടു. ഹേമന്ത് സാർ എടുത്തൊരു വീഡിയോ. നമ്മുടെ പ്രിയപ്പെട്ട എമറാൾഡ് സുധാകരൻ സാറിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം എടുത്തൊരു വീഡിയോ ഉണ്ട്. കഷ്ടിച്ച് 1000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് 10 വർഷം മുമ്പ് ആർസിഎമ്മിൽ ജോയിൻ ചെയ്ത സുധാകരൻ സാറ് ഇന്ന് എമറാൾഡായിട്ട് അദ്ദേഹം മേടിച്ച സ്വന്തം വീടിന്റെ മുൻപിൽ നിന്നെടുത്തൊരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും. 2 കാറ്, വലിയ വീട്, തൊടുപുഴ പട്ടണത്തിനോട് ചേർന്ന് തന്നെ. എന്തൊരു മാറ്റം ആർസിഎം തരുന്നേ, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ തരുന്നേ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പക്ഷെ ഈ മാറ്റത്തിന് നിന്ന് കൊടുക്കണം നമ്മളൊക്കെ. ഇതിലൂടെ ടീം ബിൽഡ് ചെയ്യുക. ഒരു ടീമിനെ നയിക്കാൻ അറിയില്ലാത്ത നമ്മൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി. ഇന്ന് ഏകദേശം എന്റെ ടീമിൽ 10,000-ഓളം ആളുകളുണ്ട്. ഞാൻ വരുമ്പോൾ ഞാൻ തന്നെയായിരുന്നു. എങ്ങനെ ഈ 10,000 ആളുകൾ വന്നു? ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഈ 10,000 പേര് എങ്ങനെ വന്നു? ആളുകളെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല ഈ ഉൽപ്പന്നങ്ങളിലൂടെ. മാനേജ്മെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തീർന്നില്ല. മണി മാനേജ്മെന്റ് എന്താണ്? മണി മാനേജ്മെന്റ് അത് എങ്ങനെ വേണമെന്ന് വളരെ കൃത്യമായി, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോ സേവ് ചെയ്യണം, എങ്ങനെ സേവ് ചെയ്യണം, എന്തിനെ സേവ് ചെയ്യണം, ഇതിനെ കറക്റ്റായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഇത് എങ്ങനെയാ പഠിച്ചേ? ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ വന്ന മാറ്റമല്ല. ആലോചിച്ച് നോക്കി. ചെറിയ കാര്യം. പ്രോബ്ലം വരുമ്പോ അതിനെ സോൾവ് ചെയ്യാൻ പഠിച്ചില്ലേ? പണ്ടൊരു പ്രോബ്ലം വരുമ്പോൾ എടുത്ത് ചാടി അതും ചെയ്ത് ഇതും ചെയ്ത് കുറ്റവും പറഞ്ഞ് കളിയാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന നമ്മളിപ്പോഴോ ആ വന്നൊരു മെച്യൂരിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. ഹലോ, ഇത് കറക്റ്റ് രൂപാന്തരമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വയം ചോദിച്ചു നോക്കണം. ഈ കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന രൂപാന്തരണം, മാറ്റം ചെറുതല്ല പ്രിയമുള്ളവരെ. ഇത് മനസ്സിലാക്കണം. നമ്മളെ ഭാഗ്യം എന്താണെന്നറിയോ? ഇവിടെ ഞാൻ പറയാം, കുറെ ലീഡേഴ്സിന്റെ ഫോട്ടോ എനിക്ക് പെട്ടെന്ന് ചെയ്ത പ്രസന്റേഷൻ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഭാഗ്യം എന്താണെന്നറിയോ? ഗ്രേറ്റ് 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 ലീഡേഴ്സ് നമുക്കുണ്ട്. എന്താ ഇവരെ കുറിച്ച് പറയാ? ഇവരെന്ത് കണ്ടിട്ട് ആർസിഎമ്മിൽ വന്നേ? സുജിത് സാറും മോർ സാറും ഒക്കെ ആർസിഎമ്മിൽ വരുമ്പോ എത്ര ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്? ഇവർക്ക് ആർസിഎം ചെയ്യാതിരിക്കാൻ 100 കണക്കിന് കാരണങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇവരെ എത്രയോ ആളുകൾ ഇവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അവർ ചെയ്ത കാര്യം സ്ഥിരം ചെയ്തു, സ്ഥിരം ചെയ്തു, സ്ഥിരം ചെയ്തു, കണ്ടിന്യൂസ് ചെയ്തു. അതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയാം അല്ലെ. അത് ചെയ്തുകൊണ്ടേയിരുന്നു, ചെയ്തുകൊണ്ടേയിരുന്നു, ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് ആരാ? ഇന്ന് ലിവിങ് ലെജൻസ് ആയിട്ട് മാറിയില്ലേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ?
ആർ സി എമ്മിലെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ട് മാറിയില്ലേ ഈ രണ്ടാളുകളും? എത്രയോ ആളുകൾ ഇവരെ കാണാൻ കൊതിക്കുന്നു, കേൾക്കാൻ കൊതിക്കുന്നു, ഇവരുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കൊതിക്കുന്നു. സുസാറും മോർസാറൊക്കെ സൂം മീറ്റിംഗ് ചെയ്യാന്ന് പറയുമ്പോൾ 1000 പേര് ഫുൾ ഫുള്ളാ. ശരിയല്ലേ? എന്തൊരു മാറ്റ, ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരണം. നമുക്കോ ഈ പടം ഇവിടെ കൊടുത്തേക്കുന്ന മറ്റൊന്നിനുമല്ല. ഇവര് ആർ സി എമ്മിനെ കുറിച്ച് കണ്ട കാഴ്ചപ്പാട് എന്തായിരിക്കും, നമ്മളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? കണ്ണട മാറ്റിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരണം. ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, അല്ലെ? ഒരു കണ്ണടയും മാറ്റിയിട്ട് കാര്യമില്ല. നമ്മുടെ കാഴ്ചപ്പാട് മാറണം. നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവരണം. നമ്മുടെ പ്രവർത്തനത്തിൽ മാറ്റം കൊണ്ടുവരണം. ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഈ ലൈഫ് മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ഉൾക്കാഴ്ച നമുക്ക് വരണം. ഒരിക്കലും ഗിരീഷ് സാർ, നമ്മുടെ പ്രിയപ്പെട്ട റൈസിംഗ് കോളേജിന്റെ ഗിരീഷ് സാറ് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്ന് ആർ സി എമ്മിന്റെ തൃക്കണ്ണ് തുറന്നു കിട്ടുന്നു അന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതിനിങ്ങനെ കണ്ണട വെച്ചിട്ട് കാര്യമില്ല. ഉൾക്കാഴ്ച മാറണം. റെഡിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? തുടക്കത്തിലൊക്കെ ആകെ കഷ്ടിച്ചൊരു മീറ്റിങ്ങിനൊക്കെ 5ഉം 10ഉം പേര് മാത്രമേ ഉള്ളൂ ആർ സി എമ്മിന്റെ മീറ്റിങ്ങിന് വിളിച്ചാൽ വരാൻ. ഇന്ന് 5000 ആളുകൾ ഓരോ മീറ്റിങ്ങിലൊക്കെ വരുന്നേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു മാറ്റ, എന്തൊരു ട്രാൻസ്ഫോർമേഷനാ. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. ഇന്ന് ഒരു ദിവസം തന്നെ കേരളത്തിൽ എത്ര മീറ്റിംഗ് നടന്നിട്ടുണ്ടാവും. രാജൻ സാർ ഈയിടെയും കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് കറുകുട്ടിയിൽ ഒരു ഹോള് കണ്ടു. അവിടെ പെട്ടെന്നൊന്നും പോലീസുകാർ വരില്ല എന്ന് ഓർത്തിട്ടാണ് അവരവിടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 7ഉം 8ഉം 10ഉം 12 പേര് മാത്രം വെച്ച് തുടങ്ങിയ മീറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ പ്രോഗ്രാം നടത്തിയപ്പോൾ കറുകുട്ടിയിൽ 2 ഹോളിലും ഒരുമിച്ച് ഒരേ ടൈം പ്രോഗ്രാം നടത്തേണ്ടി വന്നു. താഴത്തെ വലിയ ഹോളിൽ കോമൺ പ്രോഗ്രാമും തൊട്ട് മുകളിലുള്ള ചെറിയ ഹോളില് ലീഡേഴ്സിന് സ്പെഷ്യൽ ട്രെയിനിങ്ങും. ഒരേ ദിവസം 2 ഹോളിൽ ഒരേ സ്ഥലത്ത്. ഇന്ന് കേരളത്തിൽ എത്ര പ്രോഗ്രാം നടന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച്. എന്തൊരു മാറ്റാ വന്നേ. നമുക്ക് ആ മാറ്റം ഉണ്ടോ? സ്വയം ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാം, പണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് അന്വേഷിക്കാൻ കേരള ഗവൺമെന്റ് നിയോഗിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട വേണുഗോപാൽ സാർ. ആ അന്വേഷണത്തിന് ശേഷം ആർ സി എമ്മിൽ അസോസിയേറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ട് ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഇന്ന് ആർ സി എമ്മിലെ സ്റ്റാർ എമറാൾഡ് ആയിട്ട് നിൽക്കുന്നു. ആ ഒരു രൂപാന്തരണത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെ? ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിനുശേഷം ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല കമ്പനി സെലക്ട് ചെയ്ത് അതിൽ ഇത് വിജയിച്ചു വെന്നിക്കൊടി പാറിച്ച് നിൽക്കുന്നത് നമ്മുടെ മുൻപിൽ നമുക്ക് കാണാൻ പറ്റും. ആ മാറ്റം, രൂപാന്തരണം. നമുക്കോ? GRC ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഈ ഒരു വീഡിയോ ആണ് നേരത്തെ അർജുൻ സാർ കാണിച്ചത്. ഈ വീഡിയോ ഞാനിപ്പോ പ്ലേ ചെയ്യാത്തത് ഇവിടെ എനിക്കത് സൗണ്ട്, എന്റെ ലാപ്ടോപ്പിന് സൗണ്ടിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കത് കറക്റ്റ് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കണ്ടു ഇദ്ദേഹം എന്താ പറയുക, ഈ സാറ് അദ്ദേഹം എന്താ പറഞ്ഞത് നമ്മളോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ആർ സി എം ഡയറക്ട് സെല്ലിംഗിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനികളിൽ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങും. ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് അമരക്കാരനാ പറയുന്നത്. ഗവൺമെന്റ്, നമുക്കൊരു ID കാർഡ് പലർക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ID കാർഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അതുപോലെ ID കാർഡ് ഗവൺമെന്റ് അധികം താമസിയാതെ നമ്മൾക്ക് തരും. അതിന് കോഴ്സ് വരും, നമുക്ക് പഠിക്കാം, അതിന്റെ ID കാർഡ് തരും എന്ന് പറയുമ്പോ ഒരു സമയമുണ്ടായിരുന്നു ഒളിച്ചും പാത്തും ഡയറക്ട് സെല്ലിംഗ് ചെയ്തിരുന്ന സമയം, ഒളിച്ചും പാത്തും ആർ സി എം ചെയ്തിരുന്ന സമയം. അതെ, തോമസ് ജോസഫ് തൂങ്കുഴി, യെസ്. ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ സാർ പറഞ്ഞേ, ആരെങ്കിലും വരുമോന്ന് ഓർത്ത് പേടിച്ചിട്ട് മീറ്റിംഗ് നടത്താൻ വേണ്ടി ഹോളുകൾ കണ്ടുപിടിച്ച് ഇന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് എത്ര മീറ്റിംഗ് ആണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 17,000 കിലോമീറ്റർ യാത്ര നടക്കുകയാണ്, രൂപാന്തര യാത്ര. മാറ്റം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടല്ലോ അല്ലെ? ഇന്നേ വരെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആർ സി എമ്മിൽ വന്നതിന് ശേഷം റെക്കഗ്നേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. 10,000 പേരുടെ മുൻപിൽ വെച്ച് ആ ബിസിനസ് ഗ്രോത്തിന്റെ ഒരു അവാർഡ് ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോൾ ഇത് സ്വപ്നത്തിൽ ഞാൻ കാണാത്ത കാര്യമാണ്. എന്തൊരു മാറ്റ. കൂടെ സ്റ്റേജിൽ നിൽക്കുന്നത് ലെജൻസാ. ഒന്ന്, ഒരറ്റത്ത് സുരേന്ദ്രഭട്ട് സാറുണ്ട്, പ്രിയങ്ക മേഡം ഉണ്ട്, മിലിൻ സാറുണ്ട്, എമറാൾഡ് വിജയരാജ് സാറുണ്ട്,
ഐശ്വര്യ മേഡം ഉണ്ട്, തൊട്ടപ്പുറത്തിരിക്കുന്ന മേഡത്തിന്റെ പേര് എനിക്കറിയില്ല. പക്ഷേ ലെജൻസ് നിരന്ന് നിൽക്കുന്നുണ്ടോ? ഈ നിൽക്കുന്നത് കോടീശ്വരന്മാരല്ലേ? അവരുടെ കൂടെ ആ വേദിയിൽ നിൽക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? എന്തൊരു മാറ്റാ പ്രിയമുള്ളവര്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഏൽപ്പിക്കുന്ന ജോലി എന്നെ കൊണ്ട് സാധിക്കുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യാൻ ഞാൻ അന്നും ഇന്നും ശ്രമിക്കാറുണ്ട്. TCG വിളിച്ചിട്ട് ഒരു അഭിനന്ദനം തരുമ്പോൾ എന്റെ പേര് അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായെന്ന് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോടെ കൂടി ആലോചിക്കുന്നത്. രമ്യ മേഡത്തെയും എന്നെയും എടുത്ത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടാ? ആ ഒരു മാറ്റത്തിന് നിന്ന് കൊടുത്തുകൊണ്ട് മാത്രമല്ലേ, കുറച്ച് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമല്ലേ? ഇത് എനിക്ക് മാത്രമല്ല ഉള്ളതല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും നമുക്കുള്ളതാ. നിങ്ങൾ സ്വയം ചോദിക്കൂ, ഈ മാറ്റം എനിക്കും വേണ്ടേ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടേ? വേണം. അതിനെന്താ ചെയ്യാൻ പറ്റുക? ഇതാ ഞാൻ പറയാൻ വന്ന കാര്യം. ടീമിലെ PV കൂടുന്തോറും രൂപാന്തരണം സംഭവിക്കുന്നു. അത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അർജുൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2006 മറ്റോ ആണ് RCMൽ നമ്മുടെ മൂർത്തി സാറ്, ഗോപകുമാർ സാറ് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് 1 വർഷത്തോളം തിരിഞ്ഞു നോക്കിയില്ല അങ്ങോട്ട് RCMലോട്ട്. ജോയിൻ ചെയ്ത കിറ്റ് കട്ടിലിന്റെ അടി കൊണ്ടേ വെച്ചു. അത് തയ്പ്പിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. 1 വർഷം കഴിഞ്ഞ് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് RCMന്റെ സാധ്യത മനസ്സിലായത്. ആ സാധ്യത മനസ്സിലായി കഴിഞ്ഞപ്പോൾ PV കൂട്ടാനുള്ള വഴികൾ അദ്ദേഹം അന്വേഷിച്ചു. RCMനെ കുറിച്ച് പഠിച്ചു. അറിയാവുന്നത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പ്രൊഡക്റ്റ് എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ വന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി. അങ്ങനെ PV കൂടുന്തോറും വന്ന രൂപാന്തരണം എന്താ? തുടക്കത്തിലെ 2 വീലർ മാറി 4 വീലറായി. ആ 4 വീലർ മാറി വേറൊരു 4 വീലറായി. ഇന്ന് ലക്ഷറി കാറില PV കൂടിയാൽ എന്ത് മാറ്റം വരിക ആലോചിച്ച് നോക്കും. മൂർസാറിന്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ ഒരിക്കലും കണ്ടു. അന്ന് ഇൻസൈറ്റൊക്കെയാ ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഹാഫ് സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടിരുന്നൊരു ഫോട്ടോ. ഇന്നോ കോട്ടും സൂട്ടും ഇട്ട് ടൈം ഇട്ട് ഇൻ ചെയ്ത് അടിപൊളി ഷൂവും ഇട്ട് ആ ലക്ഷറി കാറിൽ വരുന്ന ഒരു വരവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് എന്റെ പുറകിൽ നിൽക്കുന്ന ആ സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ നിൽക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങളെ കൈ വീശിക്കൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് സിയാലെടുത്ത ഫോട്ടോയാണ്. PV കൂടുമ്പോ വരുന്ന രൂപാന്തരണത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഈ മൂർത്തി സാർ ഇവിടം കൊണ്ട് നിൽക്കുവോ? സുജിത് സാറും നമ്മുടെ ഗോപകുമാർ സാറും ഹേമന്ത് സാറും ബിനു സാറും രഞ്ജിത്ത് സാറും നമ്മുടെ ഓരോ ഗ്രേറ്റ് ലീഡേഴ്സും ഹലോ PV കൂടുന്തോറും നല്ല മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നത്? എന്താ പറഞ്ഞ്? PV കൂടുന്തോറും നല്ല മനുഷ്യനായി രൂപാന്തരണം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനത് വേണ്ടാന്ന് വെക്കണം? ഞാൻ RCMൽ വന്ന എൻ്റെ ആദ്യത്തെ ഇൻകം 736 രൂപയായിരുന്നു. ധാരാളം മിസ്റ്റേക്കുകൾ വന്നു. ചെയ്യാൻ എങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. ആരോട് ചോദിക്കണം എന്നറിയില്ല, എന്തൊക്കെ സംസാരിക്കണം എന്നറിയില്ല, എങ്ങനെ പെരുമാറണം എന്നറിയില്ല, ഹോം മീറ്റിംഗ് എങ്ങനെ നടത്തണം എന്നറിയില്ല, 1 to 1 എങ്ങനെ നടത്തണം എന്നറിയില്ല, ഹാളിൽ മീറ്റിംഗ് ചെയ്യേണ്ട ആവശ്യകത അറിയില്ല, ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല, ഷോപ്പിൽ മീറ്റിംഗ് നടത്തേണ്ട ആവശ്യകത അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഈ മാസം 7-ാം തീയതി വന്ന വരുമാനത്തിന്റെ ഈ കണക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഒരു സ്റ്റാർ പേൾ അച്ചീവർ 9 വർഷം കൊണ്ട് വന്ന മാറ്റം. ഈ ഗ്രോത്ത് പെർസെന്റേജ് എത്രയാ എനിക്കറിയില്ല, കണക്കൂട്ടാൻ. മനസ്സിലാക്കണം, നമ്മൾ മാറ്റത്തിന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാന്നറിയോ? നമ്മുടെ തലമുറ എത്ര തലമുറയാ രക്ഷപ്പെടുക എന്നറിയോ? ഇത് ഒക്ടോബർ മാസമല്ലേ? നമ്മൾ എന്താ ചെയ്യണ്ടേ? കാമോറേസിന്റെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഒന്നും നോക്കണ്ട, ആരോടും ചോദിക്കണ്ട, 100 എണ്ണം സ്വന്തം പേരിൽ അടിച്ചു വെക്കൂ. അടുത്ത 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ആളുകൾക്ക് ഇത് കൊടുത്തു തീർക്കാം. ആരെയാ നോക്കി നിൽക്കുന്നേ? എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? അങ്ങനെ ചെയ്താൽ കമ്പനിയിൽ പോകാം. പഞ്ചാബിലെ ദുരിയിൽ ആ ഫാക്ടറിയിൽ പോയി ഇതൊക്കെ കാണാനൊരു സംവിധാനം RCM ഒരുക്കി തരുന്നില്ലേ? ആ മാറ്റത്തിനൊന്നും നമ്മൾ തയ്യാറായാൽ മതി, റെഡിയായ പോരെ. എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, RCMൽ അവസരങ്ങളുടെ കുത്തൊഴുക്കല്ലേ. മനസ്സിലാക്കൂ. ഇന്ന് തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞാലുടനെ ഇപ്പൊ തീരും. അടുത്തൊരു 5 മിനിറ്റ് കൊണ്ട് ഈ ക്ലാസ് ഇത് തീരും. നിങ്ങളുടെ ലീഡറെ വിളിച്ച്
നവംബർ സാറേ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കൂ. ഒരു ടാർഗറ്റ് എടുക്കൂ, ഫിക്സ് ചെയ്യൂ, ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യൂ. വേണ്ടേ? ചെയ്യൂ. PV കൂടുന്തോറും രൂപാന്തരണം എല്ലാ ലീഡേഴ്സിനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും എനിക്കും സംഭവിക്കും. പക്ഷെ നല്ലതേ സംഭവിക്കും. 2025 ഡിസംബർ 31 ആകുമ്പോഴത്തേനും കേരളം കണ്ടതിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന മാസമായിട്ട്, ദിവസമായിട്ട് അത് മാറും. ഇതിനു മുമ്പ് നടന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാ, ഇനി വരാൻ പോകുന്ന ഡിസംബറിലാ. ഏറ്റവും കൂടുതൽ ബിസിനസ് ഈ ഡിസംബർ 31 നടക്കും. നിങ്ങൾ നോക്കിക്കൂ. പുതിയ വലിയ വലിയ ഇഷ്ടം പോലെ അച്ചീവ്മെന്റ് ഈ കേരളത്തിൽ വരും. പുതിയ സ്റ്റാർ റൂബിയും സ്റ്റാർ എമറാൾഡും സ്റ്റാർ പേളും സ്റ്റാർ പ്ലാറ്റിനവും സ്റ്റാർ ഗോൾഡും സ്റ്റാറും ആയിരക്കണക്കിന് വൈറ്റ് അച്ചീവേഴ്സ് ഈ വരുന്ന ഡിസംബറിൽ കേരളത്തിൽ ഉണ്ടാവും. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ പ്ലാൻ ചെയ്തോ? ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ? PV കൂടുമ്പോ രൂപാന്തരണം സംഭവിക്കുമെങ്കിൽ നമ്മൾ ആരെ നോക്കിയാ നിൽക്കുന്നേ? ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ? നിങ്ങൾ എല്ലാവരും എത്രയോ നല്ല ആളുകളാ, 670 പേരും ഈ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളൊന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വലിയ മാറ്റം RCMൽ വന്നേക്കുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ ചെറുതല്ല, ഭയങ്കര വലുതാ. അത് എങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇതിനെ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുക. കുറച്ചു നാള് ലീഡേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, 3 മുതൽ 5 വർഷം വരെ RCMനെ ഒന്ന് വിടാതെ നെഞ്ചിലേറ്റു. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ RCMനെ വിടരുന്ന് അവരൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളോ? ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? ഈ മാറ്റത്തിന്റെ കൂടെ ഒന്ന് നിന്നുകൂടെ? കഴിഞ്ഞ 25 വർഷമായിട്ട് RCM ഇങ്ങനെ നമ്മുടെ മുൻപിൽ ഇത്രയും ഉൽപ്പന്നങ്ങളുമായിട്ട്, ഇത്രയും ഷോപ്പുകളും ഡിപ്പോയും ഫാക്ടറികളുമായിട്ട് നമ്മുടെ മുൻപിലില്ലേ? ഇനി എത്രയോ പ്രൊഡക്റ്റുകൾ ഇനി വരാനിരിക്കുന്നു. സൗരഭ് സാറ് കഴിഞ്ഞ വർഷം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ 25 വർഷം കൊണ്ട് ഉണ്ടായ വളർച്ച അടുത്ത 5 വർഷം കൊണ്ട് വരും എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ടീമിൽ ഇപ്പൊ 10,000 ആളുകളുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് ഇത് 50,000 ആളുകൾ വരും. വരുമാനം എത്ര വരും? അത് വരുമ്പോഴേത്തിനും എനിക്ക് വരുന്ന മാറ്റം എന്തൊക്കെയായിരിക്കും? ആലോചിച്ച് നോക്കും. ചെറുതല്ല, വലിയ മാറ്റ വരിക. നമ്മുടെ ഷോപ്പുകൾ ഒക്കെ മാറും. കാരണം ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളാണ് വരുന്നത്. ഇത് എവിടെ വെക്കുക? ഷോപ്പുകളുടെ വലിപ്പം കൂടും. വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് പോലെയാവും. ഷോപ്പിംഗ് മോൾസ് വരും. ഇനിയും 100 കണക്കിന് ഫാക്ടറികൾ വരും. ഇനിയും കോടിക്കണക്കിന് ഡയറക്ട് സെല്ലേഴ്സ് RCMലോട്ട് വരും. ഒന്ന് മാറി ചിന്തിച്ച് ആ മാറ്റത്തിനെ ഉൾക്കൊണ്ട് നമ്മളൊന്ന് ഏറ്റെടുത്ത് സത്യസന്ധമായി പ്രവർത്തിച്ചാൽ മതി. പ്രിയമുള്ളവരെ, RCM അനന്തമായൊരു സാധ്യതയാണ്. അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി ഇതിനെ ഏറ്റെടുത്ത് നല്ലതുപോലെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലാഴ്ച ദേശം. താങ്ക് യു. GRCM.